അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് വിശുദ്ധ റമദാൻ്റെ ഭാഗമായി നമ്മൾ ചർച്ച ചെയ്യുന്നത് ധൂർത്തിനെ കുറിച്ചാണ്. വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നു, വലാ തജിയൽ യദക മഗ്ലൂലതൻ ഇലാ ഉനുകിക വലാ തബ്സുത്ഹാ കുല്ലൽ ബസ്ത് ഫതഖഉദ മലൂമൻ മഹ്സൂറ. പരിശുദ്ധ ഖുർആനിലെ ഇസ്രാ സൂറത്തിൽ 29-ാമത്തെ ആയത്തിൽ അല്ലാഹു ഖണ്ഡിതമായി പറയുന്നു, നീ ഒരിക്കലും നിൻ്റെ കൈ പിരടിയിൽ കൂട്ടിക്കെട്ടരുത്. പിരടിയിൽ കെട്ടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നല്ല കാര്യത്തിന് ഒട്ടും ചെലവാക്കാതിരിക്കുന്ന പിശുക്കൻ സ്വഭാവമാണ്. അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് ചെലവഴിക്കാത്ത സ്വഭാവം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. വലാ തബ്സുത്ഹാ കുല്ലൽ ബസ്തി, കൈ ആകെ പരത്തിക്കളയരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വാരി കോരി പരിധിയില്ലാതെ ചെലവഴിക്കരുത്. അങ്ങനെ നീ ചെയ്താൽ പരിധിയിൽ കവിഞ്ഞ ചെലവ്, വരവിനേക്കാൾ കൂടുതൽ ചെലവ്, അനാവശ്യമായ ചെലവ് നീ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് ഫതഖഉദ മലൂമൻ മഹ്സൂറ, നീ നിന്ദിതനും ദുഃഖിതനുമായി ഇരിക്കേണ്ടി വരും. ഈ ഒരു അവസ്ഥ നമ്മുടെ സമൂഹത്തിൽ പലർക്കും ഉണ്ടാകാറുണ്ട്. നല്ല പൊതുപ്രവർത്തകർ, സാമൂഹ്യ സേവകർ കണ്ടമാനം പണം ചെലവഴിക്കും. വരവ് നോക്കാതെ ചെലവഴിച്ച് പിന്നീട് അവർക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങാൻ കഴിയാതെ വീട്ടിലിരിക്കേണ്ട ഗതി വരും. ചില വ്യക്തികളും അങ്ങനെ തന്നെ കൂട്ടുകാർക്കിടയിൽ കൂടി ഇഷ്ടം പോലെ വാരിക്കോരി ചെലവഴിക്കും. വരവ് നോക്കില്ല, ചെലവ് അവർ നിയന്ത്രിക്കില്ല. അത്തരമൊരു ഘട്ടം വരുമ്പോൾ പിന്നീട് അവർക്ക് സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ കഴിയാതെ, എല്ലാവർക്കും കടം കൊടുക്കാനായി, ബാധ്യത വീട്ടാൻ കഴിയാതെ, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കഴിയാത്ത ഫതഖഉദ മലൂമൻ മഹ്സൂറ, ഖുർആൻ പറഞ്ഞ പോലെ നിന്ദിതനും ദുഃഖിതനുമായി ഒരു സ്ഥലത്ത് ഒതുങ്ങിക്കൂടേണ്ടി വരും. അതുകൊണ്ടാണ് ഖുർആൻ കർശനമായി പറഞ്ഞത്, വലാ തുബദ്ദിർ തബ്ദീറ, നീ വാരി കോരി ചെലവഴിക്കരുത്, ധൂർത്ത് നടത്തരുത്, ദുർവ്യയം ചെയ്യരുത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പല ആളുകളും വരവിനേക്കാൾ കൂടുതൽ ചെലവഴിക്കുന്ന ആളുകളാണ്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവന് ജീവിക്കാനല്ല പ്രയാസം, മറ്റുള്ളവരെ പോലെ ജീവിക്കാനുള്ള അവൻ്റെ തൃഷ്ണയാണ് അവനെ അപകടത്തിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കുന്നത്. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് വിശുദ്ധ റമദാനിനാണ്. എക്കാലത്തേക്കും ഇത് ബാധകമാണെങ്കിലും റമദാനിൽ പ്രത്യേകിച്ചും നോമ്പ് തുറക്കുമ്പോഴൊക്കെ നമുക്ക് ആവശ്യമില്ലാത്ത വിധം ഒരുപാട് വിഭവങ്ങൾ നമ്മൾ വാരിക്കൂട്ടുന്നു, അല്ലെങ്കിൽ വാങ്ങിക്കൂട്ടുന്നു. അതുപോലെ തന്നെ നമ്മൾ നോമ്പിന് ഒരുപാട് പണം ചെലവഴിച്ചുകൊണ്ട് പല തരത്തിലുള്ള വിഭവങ്ങൾ തയ്യാറാക്കുന്നു. അതൊന്നും നമുക്ക് ഒരുപക്ഷെ കഴിക്കാൻ കഴിയില്ല, അഥവാ കഴിച്ചാൽ തന്നെ അത് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവയായിരിക്കും. എന്നാലും കുറേ പണം അങ്ങ് വാരിക്കോരി ചെലവഴിക്കുക, ഈ സ്വഭാവം എവിടുന്ന് കിട്ടി, എങ്ങനെ കിട്ടി എന്നൊക്കെ നമ്മൾ പരിശോധിച്ചാൽ അതിന് ഗൾഫിൻ്റെ ഒരു സ്വാധീനമുണ്ട്. അതുപോലെ തന്നെ പുതിയ പണക്കാരായി വരുന്ന ആളുകളുടെ ആർഭാടത്തിൻ്റെ താല്പര്യവും ഇതിൻ്റെ പിന്നിലുണ്ട്. എന്താണെങ്കിലും അത് നിയന്ത്രിക്കാതിരുന്നാൽ ശാരീരികമായും സാമ്പത്തികമായും അപകടം വരും. ചില ആളുകൾ ചെയ്യുന്നത് കണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ചിലർക്ക് നല്ല സൗകര്യം ചെയ്തു കൊടുക്കും, ചിലർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ര സൗകര്യം ചെയ്തു കൊടുത്തു എന്ന് വരില്ല. ഇതൊക്കെ ഖുർആൻ വ്യക്തമായി പറഞ്ഞതാണ്. എല്ലാവരും ഒരേ സാമ്പത്തിക സ്ഥിതിയുള്ളവരായിക്കൊള്ളണമെന്നില്ലല്ലോ. ഇന്ന റബ്ബക യബ്സുത്തു റിസ്ക ലിമൻ യശാ, ഇന്ന റബ്ബക യബ്സുത്തു റിസ്ക ലിമൻ യശാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകൾക്ക്, അഥവാ അല്ലാഹു ഉദ്ദേശിച്ച ചില ആളുകൾക്ക് അല്ലാഹു ഭക്ഷണം വിശാലമാക്കി കൊടുക്കും. റിസ്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവൻ്റെ സാമ്പത്തിക സൗകര്യങ്ങളാണ്. അതേസമയത്തോ വയഖ്ദിറു, അല്ലാഹു ചില ആളുകൾക്ക് നിയന്ത്രിച്ചും കൊടുക്കും. അപ്പോൾ അല്ലാഹു ഉദ്ദേശിച്ച ചില ആളുകൾക്ക് നിയന്ത്രിതമായ വിഭവങ്ങൾ കൊടുക്കും, ചില ആളുകൾക്ക് നല്ല വിശാലമായ വിഭവങ്ങളും കൊടുക്കും. ഇന്നഹു കാന ബി ഇബാദിഹി ഖബീറൻ ബസീറ, അല്ലാഹു അവൻ്റെ ഓരോ അടിമകളെക്കുറിച്ചും വളരെ സൂക്ഷ്മമായ ജ്ഞാനമുള്ളവനും കാഴ്ചപ്പാടുള്ള വ്യക്തിയുമാണ്. എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് എല്ലാവരെക്കുറിച്ചും കൃത്യമായൊരു ധാരണയുണ്ട്. നമ്മളറിയാത്ത പലതും അല്ലാഹു അറിയും. നമ്മുടെ കയ്യിൽ ആ പണം തന്നാൽ ഒരുപക്ഷെ നമ്മൾ ദുഷിച്ച പ്രവൃത്തിയിലൂടെ അള്ളാഹുവിനെ എതിര് ചെയ്തുകൊണ്ട് നരകത്തിന് വിധേയമായി പോകും എന്നൊരവസ്ഥ ഒരു പക്ഷേ ഉണ്ടെങ്കിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പണം കൂടുതൽ തന്നോളണമെന്നില്ല. വേറെ ഒരാളെ അല്ലാഹു പരീക്ഷിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് അവന് കുറേ പണം കൊടുത്തുകൊണ്ട് അവനെ ദൂർത്തടിപ്പിക്കാൻ, പൈശാചികമായ പ്രേരണയ്ക്ക് വിധേയമാക്കാൻ, അത് നിയന്ത്രിക്കാൻ അവന് കഴിയാത്തൊരവസ്ഥ ഉണ്ടോ എന്ന് അല്ലാഹു പരീക്ഷിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളൊരാൾക്ക് അല്ലാഹു വിഭവങ്ങൾ കൊടുത്തു എന്നതുകൊണ്ട് അവൻ ഭാഗ്യവാനാണെന്നോ, ഒരാളെ അല്ലാഹു പട്ടിണി കിട്ടു എന്നതുകൊണ്ട് അവൻ നിർഭാഗ്യമാണെന്നോ വിധിക്കാൻ പാടില്ല. അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. അവൻ പട്ടിണിക്കാരനാണെന്നും ഇവൻ ധനവാനാണെന്നും അള്ളാഹുവിനെ അറിയാം. അപ്പോൾ അള്ളാഹു ചെയ്യുന്നതിലൊക്കെ ഒരു യുക്തി ഉണ്ടാകും, അത് നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. നമ്മളോട് അള്ളാഹു പറഞ്ഞത് പ്രത്യേകം പ്രാർത്ഥന നടത്താനാണ്. റബ്ബന ഉഗ്ഫിർ ലനാ
നന്ന് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു, പടച്ചവനെ എനിക്ക് പുറത്തു തരണേ ദുനൂബന, എൻ്റെ ദോഷങ്ങൾ, റബ്ബന ഉഫർലന ദുനൂബന വ ഇസ്റാഫന ഫി അംരിന, ഞങ്ങളുടെ പ്രവർത്തനത്തിലുള്ള അമിതത്വം നീ പൊറുക്കണേ റബ്ബേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അമിതമായി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനെ അള്ളാഹു പുറത്തു തരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാൻ കൽപ്പിക്കുന്നുണ്ട്. അതേസമയം നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ചില സന്ദർഭങ്ങളിൽ നമ്മൾ ചെലവഴിക്കുന്നത് ചിലപ്പോൾ കൂടുതലാണെന്ന് തോന്നിയാലും ആ സന്ദർഭത്തിൽ അത് ആവശ്യമാകും. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഒരു പക്ഷേ അങ്ങനെ ചെയ്യേണ്ടി വരും. ചാപ്പനങ്ങാടി ബാബു മുസ്ലിയാരുടെ ഒരു ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. കർണാടകയിൽ ഒരു വീട്ടിൽ ബഹുമാനപ്പെട്ടവരെ സൽക്കാരത്തിന് വിളിച്ചു. അങ്ങനെ സൽക്കാരത്തിന് വിളിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പ്രമുഖനായൊരു പണ്ഡിതനും കൂടെ ഉണ്ടായിരുന്നു, ക്ലാരി മുഹമ്മദ് മുസ്ലിയാർ. ചരിത്ര പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഭക്ഷണ വിഭവങ്ങളൊക്കെ അങ്ങനെ ഒരുക്കി വെച്ച സമയത്ത് ബഹുമാനപ്പെട്ട ക്ലാരി ഉസ്താദ് ചിന്തിച്ചു, എന്തിനാണ് ഇത്രയധികം ഭക്ഷണങ്ങളൊക്കെ ഒരുക്കി വെക്കുന്നത്, ഇത് ഇസ്രാഫല്ലേ എന്ന്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ ചിന്ത വന്നപ്പോൾ അവിചാരിതമായി തന്നെ ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ഉസ്താദ് പറഞ്ഞു അത്രേ, ഹാദാ ഇക്റാമുൻ ലാ ഇസ്രാഫുൻ, ഇത് ബഹുമതിയാണ്, അല്ലാതെ അമിത ചെലവല്ല. നമ്മളെ ആദരിച്ചും ബഹുമാനിച്ചും കൊണ്ട് അയാൾ കുറച്ച് നല്ല ഭക്ഷണം ഉണ്ടാക്കി എന്നേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂർത്തടിച്ചു എന്നല്ല അതിൻ്റെ അർത്ഥം. ആവശ്യത്തിൽ കവിഞ്ഞ അല്പം ഭക്ഷണം തോന്നിപ്പോയതുകൊണ്ടാണ്. അവരൊക്കെ എന്തായാലും ഒരു മിതത്വത്തിലേ ഉണ്ടാക്കൂ. ഇന്ന് നമ്മളങ്ങനെയല്ല, ഇന്ന് നമ്മൾ പരിധി വിടുകയാണ്. അതുകൊണ്ടാണ് ഇസ്ലാം വളരെ വ്യക്തമായി നമ്മളോട് പറഞ്ഞ ഒരു ആപ്തവാക്യമുണ്ട്, ലാ ഖൈറ ഫി സറഫ് വലാ സറഫ ഫിൽ ഖൈർ. അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ലാ സറഫ ഫിൽ ഖൈർ എന്ന് പറഞ്ഞാൽ ഖൈറിന് വേണ്ടി ചിലവാക്കുന്നതിൽ ഇസ്രാഫില്ല, നല്ലതിന് വേണ്ടി ചിലവാക്കുന്നതിൽ ഇസ്രാഫി എന്ന് പറഞ്ഞുകൂടാ. വലാ ഖൈറ ഫി സറഫി, സറഫിന് വേണ്ടി ചിലവാക്കുന്നതിൽ ഒരു ഖൈറുമില്ല. എന്ന് പറഞ്ഞാൽ ദൂർത്തടിക്കുന്നതിൽ ഒരു ഖൈറുമില്ല, ഖൈറായ കാര്യത്തിൽ ദൂർത്തടിക്കലുമില്ല എന്നാണ്. അപ്പോൾ നല്ല കാര്യത്തിന് വേണ്ടി ചിലപ്പോൾ നമ്മൾ ചിലത് കൂടുതൽ ചിലവാക്കി എന്നാൽ അത് അമിതമാകാതിരുന്നാൽ, ഒരു പരിധിയുണ്ട് എല്ലാത്തിനും, അത് വലിയൊരു കുറ്റകരമായ കാര്യമായി ഇസ്ലാം കാണുന്നില്ല. ഇന്നിപ്പോൾ നമ്മൾ നമ്മുടെ രാജ്യത്തും ലോകത്തും നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ലോക പോവർട്ടി ലൈൻ എന്ന് പറഞ്ഞാൽ വേൾഡ് പോവർട്ടി ലൈൻ എന്ന് പറയുമ്പോൾ ആഗോള ദാരിദ്ര്യരേഖ, അതാണല്ലോ മനുഷ്യരെ പട്ടിണി അളക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിദാനം. അത് ലോകത്ത് 123-ൽ ഇന്ത്യയുടെ സ്ഥാനം 102ആണ്. എന്ന് പറഞ്ഞാൽ ലോക പട്ടിണി രാജ്യങ്ങളുടെ റാങ്ക് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഏറ്റവും പുറകിലാണ് ഇന്ത്യ, 102-ാം സ്ഥാനത്താണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ യഥാർത്ഥ അവസ്ഥ എന്താണ്? പാവപ്പെട്ട ആളുകൾ ഇങ്ങനെ പട്ടിണി കിടക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഇന്ത്യയിൽ 284 ശതകോടീശ്വരന്മാരുണ്ട് എന്നാണ് കണക്ക്. ആ ശതകോടീശ്വരന്മാരുടെ കണക്ക് വരെ പുറത്തു വിട്ടിരുന്നു. അത് ലോകത്തെ ശതകോടീശ്വരന്മാരിൽ 3-ാം സ്ഥാനത്താണ് ഇന്ത്യ. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഒരുപാട് സമ്പന്നരുണ്ട്. പ്രധാനമായും മുകേഷ് അംബാനി, അതുപോലെ തന്നെ ഗൗതം അദാനി, സാവിത്രി ജിൻഡർ, സുനിൽ മിറ്റൽ, ശിവ നാടാർ, ഇങ്ങനെ തുടങ്ങിയ റാങ്ക് ലിസ്റ്റ് ഇങ്ങനെ നമ്മൾ എടുത്ത് നോക്കിയാൽ ഏകദേശം 284ഓളം ശതകോടീശ്വരന്മാരുടെ കയ്യിൽ എത്രയാണ് പണമുള്ളത്? അവരെ കുറ്റപ്പെടുത്തിയിട്ട് ഫലമില്ല. അവർക്കത് സമ്പാദിക്കാൻ അവസരമുണ്ടായി, അവർ അധ്വാനിച്ചു, അവർ ഉപയോഗപ്പെടുത്തി. എന്നാൽ അവർ ഈ സമ്പത്ത് കുന്നുകൂട്ടി വെക്കുന്നു. അതേ അളവിലും അർത്ഥത്തിലും നിരവധി പട്ടിണിക്കാർ ഇന്ത്യയിലുണ്ട്. അതുകൊണ്ടാണല്ലോ ലോക പട്ടിണി സൂചികയിൽ ഇന്ത്യ 102-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിഭവങ്ങൾ കേന്ദ്രീകരിക്കപ്പെടുന്നു എന്നതാണ് പ്രശ്നം, പങ്കുവെക്കപ്പെടുന്നില്ല. സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ പ്രൈസ് കിട്ടിയ അമർത്യ സെൻ വളരെ വ്യക്തമായി പറഞ്ഞു, ലോകത്ത് പട്ടിണി വർദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം വിഭവങ്ങളുടെ കുറവല്ല, വിഭവങ്ങളുടെ കേന്ദ്രീകരണമാണ്. വികേന്ദ്രീകരണം നടക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ ലോകത്ത് അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ആളുകൾക്ക് ഭക്ഷിക്കാനുള്ള വിഭവങ്ങൾ ഇവിടെ അള്ളാഹു തന്നിട്ടുണ്ട്. ധാരാളം സമ്പത്ത് ജനങ്ങൾക്ക് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് ചില വ്യക്തികളിൽ കേന്ദ്രീകരിക്കപ്പെടുകയാണ്. ഇസ്ലാം ഒരിക്കലും അത് അനുവദിക്കുന്നില്ല. ഇസ്ലാം പറയുന്നത് ഒരു വ്യക്തിയുടെ സമ്പത്ത് നിശ്ചിത അളവെത്തിക്കഴിഞ്ഞാൽ, വർഷം പൂർത്തിയായി കഴിഞ്ഞാൽ 2.5% സക്കാത്ത് കൊടുക്കണം. അത് നിർബന്ധ ദാനമാണ്. നമ്മുടെ പല സമ്പന്നരായ ആളുകളും സക്കാത്ത് പൂർത്തിയായി കൊടുക്കും, ചിലർ തീരെ കൊടുക്കില്ല. കൊടുക്കുന്നവർ തന്നെ സക്കാത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അവർ ഒരുപക്ഷെ ഗേറ്റിൽ ബോർഡ് വെക്കും, ഈ വർഷത്തെ സക്കാത്ത് തീർന്നുപോയി എന്ന് പറഞ്ഞാൽ ഇനി ആരും സഹായം തേടി വരേണ്ടതില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ പറയാൻ പാടുണ്ടോ? ഒരിക്കലും പാടില്ലല്ലോ. കാരണം സക്കാത്ത് എന്ന് പറയുന്നത് നിർബന്ധ ദാനമാണ്, ഐച്ഛിക ദാനം വേറെയുണ്ട്, അതും ഒരു തരം നിർബന്ധമാണ്. ഹദീസിൽ പറഞ്ഞിട്ടുള്ള വാചകം ഇന്നല്ലാഹ ഫറള അലാ അഗ്നിയാ ഇൽ മുസ്ലിമീന ഫി അംവാലിഹിം ബിഖദ്രി മാ യസഉ ഫുഖറാഅഹും എന്നാണ്. പാവപ്പെട്ടവൻ്റെ അവശ്യ നിർവഹണത്തിന് ഉതകുന്ന ഒരു തുക സമ്പന്നൻ്റെ സമ്പത്തിൽ അള്ളാഹു നിർബന്ധമാക്കിയിട്ടുണ്ട് എന്നാണ്. ഒരു സമ്പന്നനായ മനുഷ്യന് ഒരു വർഷം അവൻ്റെ കുടുംബത്തിന് കഴിയാൻ ആവശ്യമുള്ള പണത്തേക്കാൾ കൂടുതൽ അയാളുടെ കയ്യിൽ നിക്ഷേപമോ
ഭൂസ്വത്തോ അതുപോലെ ആസ്തിയോ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ അവൻ്റെ മുമ്പിൽ വന്ന ഒരാവശ്യം ഉന്നയിച്ചു കഴിഞ്ഞാൽ ഞാൻ സക്കാത്ത് കൊടുത്ത് തീർത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പറ്റില്ല. സക്കാത്ത് അല്ലാതെ തന്നെ സിവ സക്കാത്ത് എന്നും ചില ഹദീസുകളിലുണ്ട്. സക്കാത്ത് അല്ലാതെ തന്നെ ഈ സമ്പത്തിൽ നിന്ന് അവൻ എടുത്തു കൊടുക്കണം. കാരണം അവൻ അത്യാവശ്യം ആസ്തിയുണ്ട്. ഇത് ഇസ്ലാമിൻ്റെ നിർബന്ധമാണ്. ഫറല അല അഗ്നിയ ഇൽ മുസ്ലിമീൻ എന്നാണ്. മുസ്ലിം സമൂഹത്തിലെ സമ്പന്നർക്ക് അല്ലാഹു നിർബന്ധമാക്കിയിരിക്കുന്നു എന്നാണ്, സുന്നത്താക്കിയിരിക്കുന്നു എന്നല്ല. അപ്പോൾ നമ്മൾ ഉള്ള പണം കൊണ്ട് ദൂർത്തടിക്കുകയല്ല വേണ്ടത്. ചുറ്റുപാടും ദുരിതം അനുഭവിക്കുന്ന ആളുകളെ കാണുകയും അവർക്ക് വേണ്ട സഹായം ചെയ്യുകയുമാണ് വേണ്ടത്. ഇപ്പം നമ്മൾ നോക്കൂ, ചർച്ച നടക്കുന്നത് എന്താണ് എപ്പോഴും? ഇപ്പം നമ്മുടെ കേരളത്തിലെ പത്രങ്ങളിലൊക്കെ ഭക്തർ സംഗമിച്ച ഒരു സംഘം, അയ്യപ്പ സംഗമം, അതിൻ്റെ പേരിലുള്ള ദൂർത്തിനെ കുറിച്ചാണ് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ദൂർത്താണ് പത്രങ്ങളിലെ വാർത്ത. അതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളും വരുന്നു, പല ചർച്ചകളും നടക്കുന്നു. അതിനെ രാഷ്ട്രീയമായിട്ടല്ല നമ്മൾ വിലയിരുത്തുന്നത്. പക്ഷേ അവിടെയും ദൂർത്ത് നടന്നിട്ടുണ്ട്. കുടുംബങ്ങളിൽ ധാരാളമായി ദൂർത്ത് നടക്കുന്നു. ഒരുപാട് ആചാരങ്ങൾ, ഒരുപാട് മാമൂലുകൾ, വിവാഹത്തിൻ്റെ പേരിൽ, അനുബന്ധമായ കർമ്മങ്ങളുടെ പേരിൽ ഒരുപാട് മാമൂലുകൾ നടത്തിയിട്ട് നമ്മൾ ഇഷ്ടം പോലെ പണം വാരി കോരി ചെലവഴിക്കുകയാണ്. ഒരു നേരത്തെ അന്നം കിട്ടാതെ വിഷമിക്കുന്ന മനുഷ്യന്മാർ ലോകത്തുണ്ട്. പലസ്തീനിലെ മക്കളുടെ പട്ടിണി നമ്മൾ കേൾക്കുന്നുണ്ട്. ലോകം അനുഭവിക്കുന്ന ദുരിതം നമ്മൾ കാണുന്നുണ്ട്. എന്തിനധികം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ എച്ചിൽ നിന്ന് ജീവിക്കുന്ന ആളുകളുണ്ട്. കടയടച്ചിട്ട് കിടന്നുറങ്ങാമെന്ന് കരുതി ബാണ്ടം പേറി നടക്കുന്ന ആളുകളുണ്ട്. അതിലപ്പുറം നമ്മൾ കണ്ടല്ലോ, അന്നം കിട്ടാതെ വിഷമിച്ചിട്ട് ഒരാൾ കയറിയിട്ട് അല്പം ഭക്ഷണം എടുത്തതിൻ്റെ പേരിൽ അവൻ കള്ളനാണെന്ന് പറഞ്ഞ് അവനെ തല്ലിക്കൊന്നു. സാംസ്കാരിക കേരളത്തിൽ പട്ടിണി കിടന്നൊരു മനുഷ്യൻ അന്നം തേടി അല്പം ആരാൻ്റെത് എടുത്തുപോയി, അതിൻ്റെ പേരിൽ അവനെ തല്ലിക്കൊല്ലുകയാണ് ചെയ്തത്. ഇസ്ലാം പട്ടിണിയെ വളരെ ഗൗരവത്തോടെ കാണുന്നുണ്ട്. കാതൽ ഫക്രു അയ്യക്കൂന കുഫറ. പട്ടിണി കിടന്നാൽ മനുഷ്യൻ നിഷേധിയാവാൻ, കാഫറാകാൻ സാധ്യതയുണ്ട്, മതനിഷേധിയാവാൻ സാധ്യതയുണ്ടെന്ന്. എന്താ കാരണം? പട്ടിണി കിടക്കുമ്പോൾ മനുഷ്യൻ കക്കാൻ പോയിന്ന് വരും. ജീവൻ നിലനിർത്താൻ അവൻ എന്തെങ്കിലും പരാക്രമം കാണിച്ചു എന്ന് വരും. അങ്ങനെ വരുമ്പോൾ അവൻ മതത്തിൻ്റെ പരിധിക്ക് പുറത്തു പോകാൻ അത് കാരണമാകും. അതുകൊണ്ട് തന്നെ ഇസ്ലാം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം. എനിക്ക് ഈ സന്ദർഭത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, ഇസ്ലാം പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന നമ്മൾ റമദാനിലൊക്കെ കൂടുതൽ വർദ്ധിപ്പിക്കണം. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ ജഹദിൽ ബലാഇ വദർക്കി ഷകാഇ വസൂഇൽ ഖലാഇ വശമാതത്തിൽ അഅദാ. ഈ പ്രാർത്ഥന വർദ്ധിപ്പിക്കണം. അതാണ് വേണ്ടത്. ദൂർത്തടിക്കുന്നതിന് പകരം ഇതാണ് ചെയ്യേണ്ടത്. നമുക്ക് കിട്ടിയ കാശ് കൂടുതലുണ്ടെന്ന് നമുക്ക് തോന്നി ദൂർത്തടിക്കാൻ ശ്രമിച്ചാൽ ഒരു നിമിഷം കൊണ്ടത് പോകാൻ സാധ്യതയുണ്ട്. ഒറ്റ നിമിഷം കൊണ്ട് നമ്മൾ പാപ്പരാകാൻ അള്ളാഹു വിചാരിച്ചാൽ കഴിയും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ് വേണ്ടത്. അവിടെ നമ്മളൊക്കെ റമദാനിൽ പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക, അല്ലാഹുവേ ഞങ്ങൾ നിന്നോട് കാവൽ ചോദിക്കുന്നു, മിൻ ജഹദിൽ ബലാഇ. ജഹദുൽ ബല എന്ന വാക്കിൻ്റെ അർത്ഥം വിശാലമായി പറഞ്ഞാൽ കടം കുടുങ്ങി ബുദ്ധിമുട്ടി വളരെ പ്രയാസപ്പെട്ട് കടം വീട്ടാൻ വകയില്ലാതെ നമ്മുടെ ആസ്തിയൊക്കെ പണയപ്പെടുത്തി, ആധാരം വരെ പണയപ്പെടുത്തി പുറത്തിറങ്ങാൻ കഴിയാത്തൊരു ഗതി. പഠിച്ചവനെ മരിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നും, ജീവിതം വേണ്ട എന്ന് തോന്നുന്ന അവസ്ഥ. അതാണ് ജഹദുൽ ബലാ. ദർക്കുശക്ക എന്ന് പറഞ്ഞാൽ എന്ത് തുടങ്ങിയാലും പരാജയം. ഗൾഫിൽ പോയി പരാജയം, കച്ചവടം തുടങ്ങി പരാജയം, ബിസിനസ്സിൽ ഏർപ്പെട്ടു പരാജയം. അത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ സൂഇൽ ഖലാ, ദുർവിധി. നമ്മുടെ ഏതിലേലും പോകുമ്പോൾ അപകടപ്പെടുക, എന്തെങ്കിലുമൊക്കെ നമുക്ക് പരിക്ക് പറ്റുക, അതുപോലെ എന്തെങ്കിലുമൊക്കെ എന്താണെങ്കിലും ശരി എന്തെങ്കിലും ഒരു ഗുരുത്തക്കേട് സംഭവിക്കുക. വസൂഇൽ ഖലാ വശമാതത്തിൽ അഅദാ, നമ്മുടെ പതനം കണ്ട് ശത്രു ചിരിക്കുന്ന അവസ്ഥയുണ്ടാവുക. ഈ 4 കാര്യങ്ങളിൽ നിന്നും അള്ളാഹുവിനോട് എപ്പോഴും കാവൽ തേടിക്കൊണ്ടിരിക്കണമെന്നാണ്. ആ പ്രാർത്ഥന വർദ്ധിപ്പിക്കലാണ് നമുക്ക് ഏറ്റവും കരണീയം. അതുകൊണ്ട് അള്ളാഹു നമുക്ക് തന്ന സമ്പത്ത് ദുർവ്യയം ചെയ്യാതെ നല്ല നിലയിൽ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക. പള്ളി, മദ്രസ, ദീനീ കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നമുക്ക് നൽകാം. നൽകുമ്പോഴും നമ്മുടെ ആസ്തി നഷ്ടപ്പെടുന്ന രീതിയിലല്ല നൽകേണ്ടത്. പരിധി ലംഘിക്കാതെ സംഭാവനകൾ നൽകുകയും പരിധി ലംഘിക്കാതെ ആഘോഷങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുകയും, പെരുന്നാളൊക്കെ വരുമ്പോൾ നമ്മൾ ആഘോഷിക്കണം. പക്ഷേ ആഘോഷമാണ് വേണ്ടത്, ആർഭാടമല്ല വേണ്ടത്. ആർഭാടം ഒഴിവാക്കുക, ആഘോഷം നടത്തുക. ആ രീതിയിൽ പിശുക്ക് കാണിക്കാതെ, ഖുർആൻ പറഞ്ഞ പോലെ കൈ പെരടിയിൽ കെട്ടാതെ, അതിന് പിശുക്കനാവാതെ, പരത്തിയിടാതെ ഒരു മധ്യമ സമീപനം സ്വീകരിക്കുക, ഒരു നിയന്ത്രണം പാലിക്കുക. അതിന് അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.